ഡിയർ സ്റ്റുഡൻസ്, 8ാം ക്ലാസ് മാത്സിലെ തേർഡ് ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ സമവാക്യത്തിലെ പേജ് നമ്പർ 54-ലെ 4-ാമത്തെ 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് 4-ാമത്തെ ക്വസ്റ്റ്യന് കമ്പ്യൂട്ട് ദ ഫോളോവിങ് പ്രോഡക്ട്സ് ബൈ റൈറ്റിംഗ് ദം ആസ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്ന പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാനാണ്. എങ്ങനെ കണ്ടുപിടിക്കണം? റൈറ്റിംഗ് ദം ആസ് ദ ഡിഫറൻസ് ഓഫ് ടു സ്ക്വയേഴ്സ്, രണ്ട് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 78 ഇൻറ്റു 22 ആണ്, 78 ഇൻറ്റു 22 ആണ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് സംഖ്യകളുടെ സ്ക്വയർ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതുന്നതിനെ? നമുക്കൊരു ഐഡന്റിറ്റി അറിയാം. എന്താണത്? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ ആണത് അല്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 78, വൈന്റെ സ്ഥാനത്ത് 22 കൊടുക്കുക ഈ ഒരു ഐഡന്റിറ്റിയിൽ. ഓക്കെ, അപ്പൊ എന്ത് വരും? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 78 കൊടുക്കുകയാണ്, വൈന്റെ സ്ഥാനത്ത് 22 കൊടുക്കും. ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? 78 മൈനസ് 22 ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 78ഉം 22ഉം ആഡ് ചെയ്ത് എത്ര വരും? 100 വരും അല്ലെ. 100 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 78 മൈനസ് 22, 78 22 പോകുന്ന എത്ര വരിക? 56 വരും. 56 ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി 100 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് അല്ലെ. 50 സ്ക്വയർ മൈനസ് 56 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ 50 സ്ക്വയർ മൈനസ് 28 സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. 50ന്റെ സ്ക്വയർ എത്രയാണ്? 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 ആണ്. 50 ആവുമ്പോൾ 2 0 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 2500 മൈനസ്, ഇനി 28ന്റെ സ്ക്വയർ, 28ന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? 28 ഇൻറ്റു 28 ഗുണിച്ച് നോക്കാം. ഓക്കെ, 8 ഇൻറ്റു 8 64, ശിഷ്ടം 6 വരും. 28 16, 16 6 22, 28 16, ബാക്കി 1, 2 4 1 5, അപ്പോൾ 4 8 7, 784 എന്ന് വരും. ഇതിന്ന് 784 കുറച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിന് ആൻസർ വരിക. അപ്പോൾ 2500 മൈനസ് 784 എന്താ വരിക? 10 4 1 6, ഇവിടെ 9 8 4 1, 14 7 1 7, 1716 ആണ് ഇതിന്റെ ആൻസർ. 1716. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യന് 301 ഇൻറ്റു 299 ആണ്. ഓക്കെ, 301 ഇൻറ്റു 299 ചെയ്യാനാണ്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് 301 ആണ്, വൈന്റെ സ്ഥാനത്താണെങ്കിൽ 299. അപ്പം എന്ത് വരും? ഈക്വൽ ടു 301 പ്ലസ് 299 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 301 ബൈ 2 മൈനസ് 299 ബൈ 2 ഹോൾ സ്ക്വയർ വരും അല്ലേ. ഇങ്ങനെയല്ലേ വരിക? 301 പ്ലസ് 299 എന്താ വരിക? 299 കൂടെ ഒന്ന് കൂട്ടിയാൽ 300 വരും. 300ഉം 300ഉം 600 വരും. 600 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 301 നിന്ന് 299 കുറച്ച് എത്ര വരിക? 301 നിന്ന് 299 കുറച്ച് കഴിഞ്ഞാൽ 300 നിന്ന് 299 കുറച്ച് 1 ആണ്. 301 നിന്ന് 299 കുറച്ച് നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 ബൈ 2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, 600 ബൈ 2 എന്താണ്? 300 ആണ് അല്ലെ. 300 സ്ക്വയർ മൈനസ് 2 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാലോ. 2 ബൈ 2 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ എന്താ വരിക? ഈക്വൽ ടു 300ന്റെ സ്ക്വയർ എത്രയാണ്? 3ന്റെ സ്ക്വയർ 9 ആണ്. 2 0 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് 4 0 ഇട്ട് കൊടുക്കേണ്ടി വരും ആൻസറിൽ അല്ലെ. എങ്ങനെയാണ്? 300ന്റെ സ്ക്വയർ എത്ര വരും? 9 ഇട്ടിട്ട് 4 0 ഇട്ട് കൊടുക്കുക മൈനസ് 1. 1ന്റെ സ്ക്വയർ 1 തന്നെയല്ലേ.
ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 8 9 9 9 എത്ര 9 വരും? 4 9 വരും അല്ലേ? കാരണം ഇത് എത്രയാണ്? 10 100 1000 10000. 90,000 ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 89,999. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇതിനകത്ത് തേർഡ് സബ് ക്വസ്റ്റ്യന് 2 1/3 ഇൻറ്റു 1 2/3 എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. ഇതിനെ നമുക്ക് സാധാ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതിന്റെ ക്രിയ ചെയ്യാൻ. അപ്പൊ എന്താ വരിക? 2 1/3 നമ്മൾ സാധാ ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 3 6 ആണ്. 6 പ്ലസ് 7 6 പ്ലസ് 1 7 ആണ് അല്ലെ. അപ്പൊ 7/3 എന്ന് വരും. 7/3 ഇൻറ്റു 1 ഇൻറ്റു 3 3 3 പ്ലസ് 2 5 5/3 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമ്മളെ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്തൂടെ? നമുക്കറിയാം എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. എക്സിന്റെ സ്ഥാനത്ത് 7/3 ആണ്, വൈന്റെ സ്ഥാനത്ത് 5/3 ആണ് അല്ലെ. അപ്പൊ എന്താ വരിക? 7/3 പ്ലസ് 5/3/2 ഹോൾ സ്ക്വയർ മൈനസ് 7/3 മൈനസ് 5/3/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ ഇത് രണ്ടും പരസ്പരം കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ അങ്ങനെ ഇട്ടാൽ പോരെ. 7 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12/3/2 ഹോൾ സ്ക്വയർ മൈനസ് 7 മൈനസ് 5. ഇതേലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ 7 മൈനസ് 5 ചെയ്താൽ നമുക്ക് 2 ആണെന്ന് അറിയാം. 2/3/2 ഹോൾ സ്ക്വയർ എന്ന് വരും. 12/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലെ. 4/2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 2/3/2 എന്ന് പറയുമ്പോൾ എന്താ വരിക? നമുക്കറിയാം രണ്ട് ഭിന്നസംഖ്യ, ഒരു ഭിന്നസംഖ്യ വേറൊരു സംഖ്യയും കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യാം? അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിക്കല്ലേ ചെയ്യുക. അപ്പൊ 1/2 നീ കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. 2/3 നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ വിൽക്രമം അഥവാ റെസിപ്രോക്കലായ 1/3 കൊണ്ട് 1/2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്താ വരിക? 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 സ്ക്വയർ മൈനസ് ഇവിടെ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി 1/3 ഉണ്ടാവും അല്ലെ. അപ്പോൾ 1/3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 മൈനസ് 1/3ന്റെ സ്ക്വയർ എത്രയാണ്? 1/9 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും? 4 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 36 ആണ്. 36 മൈനസ് 1/9 വരും. ഓക്കെ, 36 മൈനസ് 1 എന്ന് പറഞ്ഞാല് 35 ആണ്. അപ്പോൾ എന്ത് വരും? 35/9 വരും. 35/9 ആണ് ഇതിന്റെ ആൻസർ. ഇത് ഒരു സാധാ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻക്ക് വേണമെങ്കിൽ കൺവേർട്ട്. 35/9 എന്ന് പറഞ്ഞാല് 35 എത്ര 9 ആണ്? 3 പ്രാവശ്യമാണ് അല്ലെ. 3 9 27. 35 27 വന്നാല് 8. അപ്പൊ എന്താ വരുന്നത്? ഈക്വൽ ടു 3 ശിഷ്ടം മേലിടും അടിയിൽ 9 വരും. 3h/9 ആണ് ഇതിന്റെ ആൻസർ വരും. ഇതിനകത്തെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ 10.7 ഇൻറ്റു 9.3 ആണ്. 10.7 ഇൻറ്റു 9.3 നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ സ്ഥാനത്ത് 10.7ഉം വൈന്റെ സ്ഥാനത്ത് 9.3ഉം കൊടുത്തിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ വരിക? ഈക്വൽ ടു 10.7 പ്ലസ് 9.3/2 ഹോൾ സ്ക്വയർ മൈനസ് 10.7 മൈനസ് 9.3/2 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. 10.7 9.3ഉം 10.7 കൂടെ ഈ 0.3 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 11 ആയി അല്ലെ. 11 പ്ലസ് 9 എന്ന് പറഞ്ഞാല് എത്ര വരിക? 20 വരും. 11 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 20/2 ഹോൾ സ്ക്വയർ മൈനസ് ഇനി 9.7 മൈനസ് 9.3 അല്ലെ. താഴെ കുറച്ച് നോക്കുക. 0.7 0.3 പോന്നാല് 0.4 വരും. 10 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1.4 ആണ് വരിക. 1.4/2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, 20/2 എന്ന് പറഞ്ഞാൽ
10 സ്ക്വയർ മൈനസ് 1.4/2. 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 1.4/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.7 സ്ക്വയർ. എന്ത് വരും? 10ന്റെ സ്ക്വയർ 100 ആണ്. 100 മൈനസ് 0.7ന്റെ സ്ക്വയർ എന്താ വരിക? 0.49 വരിക അല്ലേ? 7ന്റെ സ്ക്വയർ 49 ആണെന്ന് അറിയാം. 2 സ്ഥാനം അപ്പുറത്ത് കിട്ടാൽ 0.49 വരും. ഓക്കെ, അപ്പൊ 100 മൈനസ് 0.49 എത്രയാണ്? 100 മൈനസ് 0.49 ആണ് അല്ലേ? 0.49 എന്താ വരിക? ഇവിടെയൊക്കെ 0 ഇട്ടെടുത്തു കഴിഞ്ഞാൽ 1, 10ന് 9 പോന്ന 1 അല്ലേ? 9 4 പറഞ്ഞാൽ 5 വരും. പിന്നെ എന്ത് വരും? 9 വരും. അപ്പോൾ 99.51 ആണ് ഇതിന്റെ ആൻസർ വരിക. ഇതിനകത്ത് 5th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് പെയർ ഓഫ് പ്രോഡക്ട്സ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ശരിക്കും ഗുണിച്ച് നോക്കാതെ എന്താണ് ഓരോ പേര് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഗുണിച്ച് നോക്കാതെ നമ്മൾ കണ്ടെത്തണം ഇതിന്റെ ആൻസർ ആണോ ഏറ്റവും വലുത് എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ഗുണനഫലാണോ ഏറ്റവും വലുത് എന്നുള്ളത് ഗുണിച്ച് നോക്കാതെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ xy is equal to നമുക്കറിയാം എന്താണ്? x plus y by 2 whole square minus x minus y by 2 whole square ആണല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം? എക്സിന്റെ സ്ഥാനത്ത് 75ഉം വൈന്റെ സ്ഥാനത്ത് 25ഉം ചെയ്യാം. ഇതിലാണെങ്കിലോ എക്സിന്റെ സ്ഥാനത്ത് 76ഉം വൈന്റെ സ്ഥാനത്ത് 24ഉം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് എന്ത് വരും? 75 plus 25 by 2 whole square minus 75 minus 25 by 2 whole square വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 75ഉം 25ഉം 100 ആണ്. 100 by 2 whole square minus 75 നിന്ന് 25 പോന്നു കഴിഞ്ഞാൽ 50 ആണ്. 50 by 2 whole square വരും. 100 by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് അല്ലേ? 50 സ്ക്വയർ മൈനസ് 50 by 2 എന്ന് പറഞ്ഞാൽ 25 സ്ക്വയറിന് വരും. ഓക്കെ, അപ്പൊ ഇതാണ്. ഇവിടെ നമുക്ക് നിർത്താം. ഇനി എന്ത് ചെയ്യാം? ഈ 76നെയും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താ വരിക? 76ന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് 76ഉം വൈന്റെ സ്ഥാനത്ത് 24 എടുത്തു കഴിഞ്ഞാൽ 76 plus 24 by 2 whole square minus 76 minus 24 by 2 whole square വരും അല്ലേ? 76ഉം 24ഉം നമുക്കറിയാം 100 ആണ് അല്ലേ? 100 by 2 whole square minus 76 നിന്ന് 24 പോന്നു കഴിഞ്ഞാൽ എന്താ വരിക? 56 നിന്ന് 4 വന്ന് 52 എന്ന് വരും. 52 by 2 whole square എന്ന് വരും. 100 by 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 സ്ക്വയർ മൈനസ് 52 by 2 എന്ന് പറഞ്ഞാൽ 26 സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ഇവിടെ 50 സ്ക്വയറിന് 25 സ്ക്വയർ ആണ് കുറക്കുന്നത്. ഇവിടെ ആണെങ്കിലോ 50 സ്ക്വയറിന് 26 സ്ക്വയർ ആണ് കുറക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സംഖ്യ ആയിരിക്കും ഏറ്റവും വലുത്? ഇവിടെ രണ്ടും സെയിം ആണ്. ഈ സംഖ്യ മാത്രമേ മാറ്റുള്ളൂ. ഒരു സംഖ്യയിൽ നിന്ന് രണ്ട് സംഖ്യകൾ കുറക്കുമ്പോൾ വലുത് കുറച്ചാലല്ലേ ചെറുതാവുക? വലിയ സംഖ്യ കുറച്ചു കഴിഞ്ഞാലാണ് എപ്പോഴും ചെറുതാവുക അല്ലേ? ഫോർ എക്സാമ്പിൾ 10 മൈനസ് 6ഉം 10 മൈനസ് 7ഉം കുറക്കുമ്പോൾ ഇവിടെ ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടുമാണ് ഡിഫറെന്റ്. അപ്പൊ ഇതിൽ ഏതാ വലുത്? 10 മൈനസ് 6 പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. 10 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇവിടെ വലുതാകുമ്പോൾ എന്താവും? സംഖ്യ ആൻസർ ചെറുതാവും അല്ലെ? അപ്പൊ ഇവിടെ 26 അല്ലേ ഇവിടെ വലുത്? 25നേക്കാളും വലുതാണ് ഇത് 26 അല്ലെ? അപ്പൊ ഇത് വലുതാകുമ്പോ ഏതായിരിക്കും ആൻസറിൽ വലുത്? ഇതായിരിക്കും വലുത് വരിക. 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ആയിരിക്കും ഇതിൽ വലുത് വരിക. ഇത് ചെറുതായിരിക്കും, കാരണം 26 എന്നുള്ളത് 25നേക്കാളും വലുതായതുകൊണ്ട്. ഓക്കെ, ഇതിനകത്ത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 76 into 24ഉം 74 into 26ഉം ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സിന്റെ സ്ഥാനത്ത് 76ഉം വൈന്റെ സ്ഥാനത്ത് 24ഉം ആദ്യം കൊടുത്തു നോക്കുക. അപ്പോൾ 76 plus 24 by 2 whole square minus 76 minus 24 by 2 whole square വരും. ഓക്കെ, 76ഉം 24ഉം കൂടി കഴിഞ്ഞാൽ എത്രയാണ്? 100 ആണ് അല്ലേ? 100 by 2
ഹോൾ സ്ക്വയർ മൈനസ് 76 24 പോന്നു കഴിഞ്ഞാൽ എത്രയാണ്? 76 24 പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 52 ആണ്. ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, 100/2 എന്ന് പറഞ്ഞാല് 50 ആണ്. 50 സ്ക്വയർ മൈനസ് 52/2 എന്ന് പറഞ്ഞാല് 26 ആണ്. 26 സ്ക്വയർ വരും. ഓക്കെ, ഇത് ഇവിടെ നിർത്താം. ഇനി ഇവിടെ ഇത് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ. അപ്പൊ എന്താ വരിക? 74 പ്ലസ് 26/2 ഹോൾ സ്ക്വയർ മൈനസ് 74 മൈനസ് 26/2 ഹോൾ സ്ക്വയർ. ഓക്കെ, 74ഉം 26ഉം 100 ആണ് നമുക്കറിയാം. 100/2 ഹോൾ സ്ക്വയർ മൈനസ് 74 മൈനസ് 26 എത്ര വരിക? 74 മൈനസ് 26 8 6 2 4 48/2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, 100/2 എന്ന് പറഞ്ഞാല് 50 ആണ്. 50 സ്ക്വയർ മൈനസ് 48/2 എന്ന് പറഞ്ഞാല് 24 ആണ്. 24 സ്ക്വയർ. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്കറിയാം ഒരേ സംഖ്യയാണ് ഇവിടെ അല്ലെ. ഈ സംഖ്യ മാത്രമാണ് മാറുന്നത്. അപ്പോ ഈ സംഖ്യ മാറുമ്പോൾ ഇതാണ് കൂടുതൽ, ഇത് കുറവായിരിക്കും. 26ന്റെ സ്ക്വയർ ആയിരിക്കില്ലേ 24ന്റെ സ്ക്വയറിനേക്കാളും എപ്പോഴും വലുത്. ഇതിന്റെ സ്ക്വയർ ആയിരിക്കും വലുത്. അപ്പോൾ വലിയ സംഖ്യ ഏതായിരിക്കും? ഈ സംഖ്യ ആയിരിക്കും. കാരണം ഒരു സംഖ്യയിൽ നിന്ന് ചെറിയൊരു സംഖ്യ കുറക്കുമ്പോഴാണ് നമുക്ക് ആൻസർ വലുതാവുന്നത് അല്ലെ. അപ്പൊ 50 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ ആയിരിക്കും എപ്പോഴും വലുത്, ഇത് ചെറുതായിരിക്കും. ഇതിനകത്ത് തേർഡ് സബ് ക്വസ്റ്റ്യൻ 10.6 into 9.4ഉം 10.4 into 9.6 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? x plus y/2 ഹോൾ സ്ക്വയർ മൈനസ് x മൈനസ് y/2 ഹോൾ സ്ക്വയർ രൂപത്തിൽ തന്നെ ചെയ്യാം. എന്ത് വരും? 10.6 പ്ലസ് 9.4/2 ഹോൾ സ്ക്വയർ മൈനസ് 10.6 മൈനസ് 9.4/2 ഹോൾ സ്ക്വയർ വരും. 10.6 9.4 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 20 ആണ്. 20/2 ഹോൾ സ്ക്വയർ മൈനസ് 10.6ൽ നിന്നും 9.4 പോന്നു കഴിഞ്ഞാൽ എത്ര വരിക? ഇതില് 0.6 ഉണ്ടാവും. 10.6ൽ നിന്നും 9.4 കുറക്കുക അല്ലെ. 6 4 വന്നാല് 2, ഇവിടെ 1 ഉണ്ടാവും. അപ്പൊ 1.2/2 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, 20/2 എന്ന് പറഞ്ഞാല് 10 ആണ്. 10 സ്ക്വയർ മൈനസ് 1.2/2 എന്ന് പറഞ്ഞാല് 1.2/2 12നെ 2 ഹരിക്കുമ്പോൾ 6 ആണ് അല്ലെ. 1.2/2 എന്ന് പറയുമ്പോൾ 0.6 സ്ക്വയർ എന്ന് വരും. ഓക്കെ, 10ന്റെ സ്ക്വയർ 100 ആണ്. 100 മൈനസ് 0.6ന്റെ സ്ക്വയർ എത്രയാണ്? 0.36 ആണ് വരിക. നമുക്ക് 6ന്റെ സ്ക്വയർ 36 ആണെന്ന് അറിയാം. എത്ര പോയിന്റ് മാറ്റിയിടണം? 0.6 into 0.6 പറയുമ്പോൾ 2 പോയിന്റ് മാറ്റിയിടണം അല്ലെ. അപ്പൊ 100 മൈനസ് 0.36 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? ഇവിടെ ഇത് നിർത്താം. അടുത്ത ഇത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാല് 10.4 പ്ലസ് 9.6/2 ഹോൾ സ്ക്വയർ മൈനസ് 10.4 മൈനസ് 9.6/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 10.4ഉം 9.6ഉം എത്രയാണ്? 20 ആണ് അല്ലെ. 20/2 എന്ന് പറഞ്ഞാല് 10. അപ്പൊ 10ന്റെ സ്ക്വയർ മൈനസ് എത്രയാണ് ഇവിടെ? 10.4 മൈനസ് 9.6. 10.4 മൈനസ് 9.6 ചെയ്യുമ്പോൾ എന്താ വരിക? 4 കുറക്കാൻ കഴിയില്ല. 14 പോന്നു കഴിഞ്ഞാല് 8 ആണ് അല്ലെ. പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ 0.8 ആ വരിക. 0.8/2 ഹോൾ സ്ക്വയർ. ഓക്കെ, 10ന്റെ സ്ക്വയർ 100 ആണ്. മൈനസ് 0.8/2 എന്ന് പറഞ്ഞാല് 0.4 ആണ് അല്ലെ. 8/2 4 ആണ്. 0.8/2 എന്ന് പറയുമ്പോൾ 0.4 വരും. 0.4ന്റെ സ്ക്വയർ എത്ര വരിക? 0.4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.16 എന്ന് വരും. ഓക്കെ, എന്താ വരിക? 0.16. കാരണം എന്താ? 0.4 into 0.4 ആണ്. അപ്പൊ 2 സ്ഥാനം ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ 0.16 എന്ന് വരും. 100 മൈനസ് 0.16 ഇവിടെ 100 മൈനസ് 0.36. നമുക്കറിയാം ഇവിടെ രണ്ടും ഒരേ സംഖ്യ അല്ലെ. ഒരേ സംഖ്യയിൽ നിന്ന് വലുത് കുറക്കുമ്പോൾ സംഖ്യ ചെറുതാവല്ലേ ചെയ്യുക.
ഇവിടെ ചെറിയ സംഖ്യയാണ് കുറച്ചിരിക്കുന്നത് അല്ലെ. 0.36നെയും 0.16നെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൽ വലുത്. വലിയ സംഖ്യ കുറക്കുമ്പോൾ ആൻസർ ചെറുതാവും. ഇവിടെ ചെറിയ സംഖ്യയാണ് കുറച്ചിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ വലിയ സംഖ്യ. ഓക്കെ, അപ്പൊ ഇതില് ഇതായിരിക്കും വലിയ സംഖ്യ വരിക ഇതിനേക്കാളും.